ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡില് ശങ്കരനാരായണൻ വേദയോട് പറയണേ, എന്റെ രണ്ടാമത്തെ മകളുടെ ജീവിതവും വെച്ചാണ് അവൻ പന്താടാൻ ഉദ്ദേശിച്ചതെങ്കിലേ ഈ ശങ്കരനാരായണൻ ആരാണെന്ന് അവൻ അറിയും. നിന്റെ ചേട്ടൻ ശ്രീകാന്ത് പെരുമാറുന്ന പോലെ ആയിരിക്കില്ല അത്. ദീപ്തിയുടെ ഈ റിലേഷൻ അറിഞ്ഞതു മുതൽ പത്മം നിരാഹാരത്തിലാണ്. ഇനി അവളുടെ ചിത കൂടെ കാണിച്ചിട്ടേ നീയും നിന്റെ ഭർത്താവും അടങ്ങുള്ളെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് പൊറുക്കാൻ പോകുന്നില്ല. ഏതറ്റം വരെയും ഞാൻ പോകും. ഇനി എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ശങ്കരനാരായണൻ അവിടുന്ന് പോകുമ്പോഴും വേദ പറയും, അച്ഛാ വിക്രം അതിനെ എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങേരെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ കാറിൽ കയറി അവിടുന്ന് പോവാണ്. വേദ അപ്പൊ തന്നെ ഫോൺ എടുത്ത് വിക്രമിനെ വിളിക്കണേ. വിക്രം എങ്ങോട്ടോ പോകുമ്പോഴാണ് കോള് വരുന്നത്. ഫോൺ എടുത്തിട്ട്, ഹലോ വേതാളം, വിക്രം ഇപ്പൊ എവിടെയാ? ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. ഇപ്പൊ എവിടെ ഉണ്ടെന്നാ ചോദിച്ചത്. അപ്പൊ വിക്രം നിൽക്കുന്ന സ്ഥലം പറയും. വേദ പറയും, ഒരു അരമണിക്കൂർ അവിടെ നിൽക്ക്, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. വിക്രം ചോദിക്കും, അരമണിക്കൂർ ഇവിടെ നിൽക്കാനോ? വേദ അറിയണേ, അവിടെ കോപ്പി ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂൾബാറിലോ കയറിയിരിക്കും, ഞാൻ വരാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാം. വിക്രം വിചാരിക്കും, ഈ വേതാളത്തിന് ഇത് എന്ത് പറ്റി, പതിവില്ലാത്തതാണല്ലോ ഇത്. അങ്ങനെ അല്പസമയം കഴിഞ്ഞാൽ വിക്രമും വേദയും കൂടെ കാണാട്ടോ, അവരൊരു കൂൾബാറിലിരിക്കുകയാണ്. അങ്ങനെ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുമ്പോൾ വിക്രം പറയും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വിഷമൊന്നും വിചാരിക്കരുത്. നിന്റെ അച്ഛന് മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിക്രം വിക്രം പറയും, അല്ല ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ചിന്തിക്കണമെങ്കിൽ തലയ്ക്ക് വല്ല ഓളം ഉണ്ടാവണം. ആരെങ്കിലും പോയി കാണിക്കാൻ പറ, അല്ലെങ്കിൽ കോടതിയിൽ വരുന്ന ആൾക്കാർക്കായിരിക്കും പ്രശ്നം. പെറ്റിക്കേഷന് ജീവപര്യന്തം വരെ വിധിച്ചു എന്ന് വരും. വേദ പറയും, അച്ഛനെ ശ്രീയേട്ടൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു. വിക്രം പറയും, അദ്ദേഹത്തെ പോലൊരു ന്യായാധിപൻ ഒരാൾ പറയുന്നത് കേട്ട് തീരുമാനത്തിലെത്താൻ പാടുണ്ടോ? കാര്യം മനസ്സിലാക്കണ്ടേ? വേദ പറയും, വിക്രം അച്ഛനെ പരിഹസിക്കാണോ? വിക്രം പറയും, അതെ, തീർച്ചയായും പരിഹസിക്കാണ്, അല്ലാതെ മറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല വേദ. നിനക്കെന്നോട് എന്ത് തോന്നിയാലും വേണ്ടില്ല. നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ദീപ്തിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും. അമ്മായച്ചൻ അതിന് കണ്ണു അടച്ച് വിശ്വസിക്കാൻ പാടുണ്ടോ? വേദ പറയും, പ്രധാന ആരോപണം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. വിക്രം പറയും, ഇനിയുണ്ടോ? വേദ പറയും, അതാണ് ഏറ്റവും പ്രധാനം. വിക്രം വാസവന്റെ മകനെ കൊണ്ട് ദീപ്തിയെ ട്രാപ്പ് ചെയ്യിക്കാൻ നോക്കുകയാണെന്ന്. വിക്രം പറയും, ആഹാ, അത് കൊള്ളാലോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കണേ. ദീപ്തിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് അതുവഴി പ്രണയം നടിച്ച് ആ കുട്ടിയുടെ കരിയറോ ജീവിതവും ഇല്ലാതാക്കാൻ ഞാൻ വരുന്ന കൊട്ടേഷൻ നൽകിയെന്നല്ലേ? നിന്റെ കുടുംബത്തെ കരുവാക്കാൻ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തുകൊണ്ട് ഞാൻ നടത്തുന്ന ഒരു ഗൂഢാലോചന. ഒരു കാര്യം ചെയ്യും, ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ. ഇങ്ങനൊരു കേസ് വന്നാലേ നല്ല അടിപൊളിയായിരിക്കും. വേദ പറയും, അച്ഛനാകെ മാനസികമായി ഉലഞ്ഞിരിക്കാണെന്ന് തോന്നുന്നു വിക്രം. വിക്രം പറയും, അത് സ്വാഭാവികം. മൂത്ത മകളായ എന്നെ പോലെ ഒരുത്തം കിട്ടിയ താലിയായിട്ട് ഇറങ്ങി പോകുന്നു. ഇളയ മകളെങ്കിലും ഒരു ജില്ലാ ജഡ്ജിന്റെ സ്റ്റാറ്റസിനനുസരിച്ച് കെട്ടിച്ചയക്കണം അങ്ങേർക്ക് തോന്നിയ അതിൽ തെറ്റു പറയാൻ പറ്റുമോ? വീട്ടുകാരിത് എന്തായാലും നടത്തി കൊടുക്കില്ല. ഇതിനുവേണ്ടി അമ്മ നിരാഹാരം തുടങ്ങിന്നൊക്കെയാ അച്ഛൻ പറഞ്ഞത്. വിക്രം പറയും, ആഹാ, അതിഭയങ്കരമായ ഡ്രാമയാണല്ലോ തന്റെ വീട്ടിൽ നടക്കുന്നത്. നിരാഹാരം, ഭീഷണി, സമ്മർദ്ദം, ഗൂഢാലോചന, സിദ്ധാന്തം. ഈ അവസ്ഥയിൽ നിന്റെ അച്ഛനെ ഞാൻ കുറ്റം പറയില്ല. ആർക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ ആയി പോകും. അപ്പൊ വേദ പറയും, അമ്മ ഇങ്ങനെ തുടങ്ങിയ സ്ഥിതിക്ക് വീട് വരെ ഒന്നും പോണ്ടേ വിക്രം? വിക്രം പറയും, പിന്നെ പോണം. കാര്യങ്ങളൊക്കെ ചെന്ന് നല്ല വെടിപ്പായി പറഞ്ഞ് അവരെല്ലാം ബോധ്യപ്പെടുത്തി ഒരു ഗ്ലാസ് നാരങ്ങ നീര് കൊടുത്ത് ആ നിരാഹാരം അവസാനിപ്പിക്കുകയാണ് താൻ ചെയ്യേണ്ടത്. വേദ പറയും, ഞാൻ കളിയായിട്ടല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. വിക്രം പറയും, ഞാനും കാര്യമായിട്ടോട് പറഞ്ഞത്. പിന്നെ കാര്യം എന്ന് പറഞ്ഞു വേദ ഇങ്ങനെ പുറവിർക്ക. വിക്രം പറയും, നീ ദീപ്തിയോട് ആ ചെറുക്കനോട് സംസാരിച്ചതല്ലേ? അവരെ പറഞ്ഞ് തിരുത്താൻ പറ്റില്ലെന്ന് നിനക്ക് ബോധ്യം വന്നതുമാണല്ലോ. ആ നിലയ്ക്ക് അമ്മയെങ്കിലും പറഞ്ഞു മനസ്സിലാക്കാനാണ് ഇനി ചെയ്യാനുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, അവരിപ്പോ ദീപ്തിയോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് അല്ല കാണിക്കേണ്ടത്. അവളുടെ ഈ പ്രായത്തില് ഭീഷണി കൊണ്ടോ ബലപ്രയോഗത്തിലൂടെയോ അവളെ പിന്തിരിപ്പിക്കാനാവില്ല. അത് നിന്റെ അച്ഛനെ അറിയാഞ്ഞിട്ടല്ല. പുള്ളിക്കാരുടെ സുഹൃത്തിന്റെ മകളാണ് ദീപ്തിയുടെ സ്ഥാനത്തെങ്കിൽ പുള്ളി ആ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞേന്. വേദയ്ക്കും പിന്നെന്താ സ്വന്തം കാര്യത്തിൽ അത് പറ്റാത്തത്? വിക്രം പറയും, അത് തന്റെ ചോദ്യത്തിൽ തന്നെയുണ്ട്. സ്വന്തം എന്ന വാക്ക് തന്നെയാ അതിനുള്ള ഉത്തരം. വേദ പറയും, എനിക്ക് മനസ്സിലായില്ല. വിക്രം പറയും, എടോ, എന്തും സ്വന്തമാണെന്ന് ഒരാൾക്ക് തോന്നുമ്പോൾ അതിനോടൊപ്പം അതിന്റെ അവകാശവും ഉത്തരവാദിത്വവും തനിക്കാണെന്നുള്ളൊരു തോന്നലൂടെ അതിലുണ്ടാകും. ഒരാൾ അഭിമാനത്തോടു കൂടെ ഇങ്ങനെ പറയണമെന്ന് കരുതാ, ഇതാ ഞാൻ ഉണ്ടാക്കിയ എന്റെ സ്വന്തം വീട്, ഇതാ ഞാൻ വാങ്ങിയ സ്ഥലം, ഇതാണ് ഞാൻ നട്ടു വളർത്തിയ വൃക്ഷം. അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ആ പറച്ചെല്ലാം അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയോ? വേദ പറയും, വിക്രം സ്വാമി തന്നെ പറ. അയാൾ സ്വന്തമെന്ന് വിളിച്ചു പറയുന്ന ഓരോന്നിന്റെ പിന്നിലും അയാൾ ചെലവഴിച്ച അധ്വാനത്തിന്റെയും അയാളും മുടക്കിയ പണത്തിന്റെ കണക്കുകൂടി അയാൾ പറയണത്. മക്കളുടെ കാര്യത്തിലും അതിൽ വ്യത്യാസമൊന്നുമില്ല. മക്കളെ അവര് വരിച്ച വരയിലൂടെ വന്നില്ലെങ്കിൽ നിനക്ക് പകരം ഒരു വാഴ വെച്ചാൽ മതിയെന്നേ പണ്ടുള്ളവര് പറയില്ലായിരുന്നു. അത്രേ ഉള്ളൂ, സിമ്പിൾ. സ്വന്തം കരുതിയ എന്തോ വരുത്തിന്ന് മാറിപ്പോകുമ്പോ ആർക്കാലും ദേഷ്യം വരും. അവരുടെ ഇമോഷണൽ ബാലൻസ് തെറ്റും. എന്ത് വേണമെങ്കിലും പെരുമാറാം. തന്റെ അച്ഛൻ രാവിലെ തന്നെ കണ്ടതും അമ്മ നിരാഹാരം തുടങ്ങിയതൊക്കെ ആ ബാലൻസ് തെറ്റിയതുകൊണ്ടാ. വേദ പറയും, വിക്രം സ്വാമി ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളല്ലായിരുന്നു കേട്ടോ. എന്താ അറിവ്, എന്താ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശേഷി? അപ്പൊ വിക്രം പറയും, ഞാനേ പുകഴ്ത്താൻ വേണ്ടി വേറെ സമയം തനിക്ക് തരാം. ഇപ്പൊ എനിക്ക് വർക്ക്ഷോപ്പിൽ പോകണം. അനിയൻകുട്ടൻ ലീവാണ് ഉച്ചയ്ക്ക് ശേഷം, അതുകൊണ്ട് ഒരുപാട് പണിയുണ്ട്. പിന്നെ ഈ ജ്യൂസിന്റെ പൈസ താൻ കൊടുക്ക്, എന്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞ് വിക്രം അത് ഇച്ചിരി കുടിച്ചിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ, വിക്രം പോകാൻ വരട്ടെ, ഇവിടെ ഇരിക്കൂ, ഒരു കാര്യം കൂടെ. അപ്പൊ വിക്രം അവിടെ ഇരിക്കൂട്ടോ.
കൈ പിടിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ വേദ പറയണേ, ഞാൻ എന്തായാലും അമ്മയെ പോയി കാണാൻ തീരുമാനിച്ചു. ആ നല്ലത്, വിക്രം കൂടെ വരണം. ഞാനോ? എനിക്ക് വേറെ പണിയുണ്ട്. പ്ലീസ് വിക്രം, നമുക്കിതിൽ പങ്കില്ലെന്നും അവളെ പറഞ്ഞത് ബോധ്യപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. വിക്രം കൂടെ ഉണ്ടെങ്കിലേ അത് എളുപ്പമാവും. അതൊന്നും ശരിയാവില്ല വേദ. വേദ പറയും, പ്ലീസ്, ഞാൻ അങ്ങനെയൊന്നും ആവശ്യപ്പെടാറില്ലല്ലോ. പ്ലീസ് വിക്രം. പോകുന്നു, അമ്മയെ കാണുന്നു, മടങ്ങുന്നു. എല്ലാം കൂടെ 1 മണിക്കൂർ മാക്സിമം. എനിക്ക് വേണ്ടി വരില്ലേ? ഇങ്ങനെ കേൾക്കുമ്പോൾ വിക്രമിന് ഭയങ്കര ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചിരിക്കുകയാണ്. ശരി. വേദയ്ക്ക് സന്തോഷവും. അങ്ങനെ രണ്ടുപേരും കൂടെ വിക്രമിന്റെ ബൈക്കിലാണ് അങ്ങോട്ട് പോകുന്നത്. വിക്രം വണ്ടി ഗേറ്റിന്റെ പുറത്ത് നിർത്തും. പോയിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. വേദ പറയും, വരുന്നില്ല അല്ലേ? വിക്രം പറയും, എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. അതിങ്ങനെ വിശേഷം അന്വേഷിക്കാനും കുശലം പറയാനും ആയിരുന്നില്ല. അതുകൊണ്ട് ഇന്നത് വേണ്ട. നിന്റെ ചേട്ടനുമായിട്ട് ഈ മാല ഇട്ട് വഴക്കിടാൻ എനിക്ക് താല്പര്യമില്ല. അതാ. വേദ അകത്തേക്ക് നോക്കിയിട്ട് പറയും, ചേട്ടന്റെ കാറ് കാണുന്നില്ല. വിക്രം പറയും, എന്നാലും വേണ്ടെന്നേ, നീ പോയി സംസാരിച്ചിട്ട് വാ. പിന്നെ നിന്റെ അച്ഛന്റെ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റി കൊടുത്തേക്ക്. നിരാഹാരം കിടക്കുന്ന നിന്റെ അമ്മയ്ക്കൊരു സമാധാനം ആയിക്കോട്ടെ. പട്ടിണി കിടക്കുമ്പോ ടെൻഷൻ വന്നാലേ അഡ്രിനാൽ ടെൻഷൻ കൂടും, വിശപ്പ് സഹിക്കാൻ പറ്റാതാവും. അതുകൊണ്ട് പറഞ്ഞതാ. എന്നാ ശരി എന്റെ മനഃശാസ്ത്ര വിക്രമ, എന്നാ പോയിട്ട് വാ. നിയമവിശാലത വേദേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞാണ് അവരവിടുന്ന് പിരിയുന്നത്. അങ്ങനെ വേദ കോളിംഗ് ബെൽ അടിക്കുമ്പോ വർഷയാണ് കഥക് തുറക്കുന്നത്. വേദയോ? പുറത്തു നോക്കുമ്പോ വിക്രമുണ്ട്. വിളിക്കുന്നില്ലേ അകത്തേക്ക്? വേദ പറയും, ഞങ്ങക്ക് പെട്ടെന്ന് പോണം. അമ്മ നിരാഹാരം കിടക്കുന്നത് കണ്ടിട്ട് അറിഞ്ഞിട്ട് വന്നതാണല്ലേ. ആ പെണ്ണ് അമ്പിനും വില്ലിനും അടക്കുന്നില്ല. അമ്മയുടെ ആരോഗ്യം വെറുതെ പോവും, അത്ര തന്നെ. വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ വിക്രമിനെ നോക്കി വേദ അകത്തേക്ക് പോവും. അങ്ങനെ വേദ വന്ന് അമ്മേ എന്ന് വിളിക്കുമ്പോൾ അമ്മ കിടക്കായിരുന്നു. നീയോ എന്ന് വെച്ച് എഴുന്നേറ്റിരിക്കും. വേദ കട്ടിലടുത്തിരിക്കും. അച്ഛൻ എന്നെ വന്ന് കണ്ടിരുന്നു. ആ പത്മം പറയും, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും പറയാനുള്ളത് പറയാതെ പറ്റില്ലല്ലോ. വേദ പറയും, വിക്രം അങ്ങനെ ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പത്മം പറയും, തോന്നാതിരിക്കാൻ അവനീ കുടുംബമായിട്ട് അത്രയ്ക്ക് സ്നേഹമൊന്നുമല്ലല്ലോ. വേദ പറയും, നിങ്ങളോട് ആരാ അങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ വിക്രമിന് ആ കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ല. വരുണിനെ പിന്നെ വിക്രം കണ്ടിട്ട് പോലുമില്ല. പത്മം പറയും, ഈ കാര്യം അറിഞ്ഞപ്പോ നീ ഇവിടെ വന്ന് ദീപ്തിയെ കണ്ടതല്ലേ? വേദ പറയും, അതെ. പക്ഷേ നിങ്ങളോടൊക്കെ എന്താണോ ദീപ്തി പറഞ്ഞത് അത് തന്നെയാ അവൾ എന്നോടും പറഞ്ഞത്. പത്മം പറയും, ഇപ്പൊ ആരെയും വിശ്വസിച്ചില്ലാണ്ടായി. ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടാവാവുന്ന ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് അറിയും. ആറ്റുനൂറ്റ് വളർത്തിക്കൊണ്ടുവന്ന മക്കൾ അവരെ ചതിക്കുന്നതാ. ഒരു പ്രായം കഴിഞ്ഞ ആൺമക്കള് ചിലപ്പോ സ്വന്തം കാര്യം നോക്കി പോയെന്ന് വരും. അപ്പോഴും പെൺമക്കളെ മനസ്സുകൊണ്ടെങ്കിലും കൂടെ ഉണ്ടാവും. എന്നാൽ എനിക്കുണ്ടായ 2 പെൺമക്കളും എന്നെ ചതിച്ചു. വേദ പറയും, ചതിയിൽ ആൺമക്കള് പെൺമക്കള് എന്നൊന്നും ഇല്ല അമ്മേ. ചില ആൺമക്കൾ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. പക്ഷെ മനസ്സുകൊണ്ട് അവരവരുടെ ലോകത്തായിരിക്കും. അവർക്ക് വേണ്ടി തങ്ങൾ പറ്റിക്കപ്പെടുകയാണെന്ന് അച്ഛനമ്മമാർ അറിയേയില്ല. അറിഞ്ഞാലും അവരെ കണ്ടില്ലെന്ന് നടിക്കും. അത് ആൺകുട്ടികൾക്ക് മാത്രം ഈ സമൂഹത്തിൽ കിട്ടുന്ന ഒരു പ്രിവിലേജാ. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം, സ്വയം തീരുമാനങ്ങൾ എടുക്കാം, മറ്റാരെയും വകവെക്കാതെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാം. കാരണം അവസാനം കേൾക്കാൻ പോകുന്നത് പുകഴ്ത്തൽ മാത്രമാണ്. അവനൊരു ആൺകുട്ടിയാ എന്നുള്ള പ്രശംസാവാചകം. എന്നൊരു പെൺകുട്ടി തീരുമാനം എടുത്ത എല്ലാം തകർന്നു. കുടുംബം തകർന്നു, അന്തസ്സ് തകർന്നു. അവളുടെ തീരുമാനം ബാധിക്കാൻ പോകുന്നത് അവളെ മാത്രമല്ല, ഒരു തലമുറയെ മാത്രമല്ല. കഷ്ടകാലത്തിന് അവളുടെ മുൻ തലമുറയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞു. അവളുടെ പരമ്പര തന്നെ ശപിക്കപ്പെട്ടതാവും. നിർഭാഗ്യവശാൽ ഇപ്പോഴത് മനസ്സിലാവാത്തത് നമ്മൾ സ്ത്രീകൾക്കാണ്. അതാണ് ഇതിന്റെ തമാശയും. അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് വർഷയോ അങ്ങോട്ട് വരും. വലിയ പ്രസംഗമാണല്ലോ വേദയുടേത്. വേദ പറയും, ഒരു യാഥാർത്ഥ്യം പറഞ്ഞതാണ് വർഷേച്ചി, പ്രസംഗിച്ചതൊന്നുമല്ല. വർഷ പറയും, ഞാൻ കേട്ടോ. വേദയുടെ സംസാരം കേട്ടാ തോന്നും വേദ ഒരാളെ പ്രേമിച്ച് അത് വീട്ടുകാരെ എതിർത്തപ്പോ വിപ്ലവം നടത്തി ഇറങ്ങിപ്പോയതാണെന്ന്. അങ്ങനെയല്ലല്ലോ. ഏതോ ഒരുത്തൻ ഭാഷയ്ക്ക് കഴുത്തിൽ താരി കെട്ടിയപ്പോ അതാണ് വിധി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ. അത് ഈ പറയുന്ന വിപ്ലവമൊന്നുമല്ലല്ലോ. വേദ പറയും, അത് വർഷേച്ചിക്ക് വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്നത് എന്താണെന്ന് അറിയാത്ത വിവരം ഇല്ലാത്തതുകൊണ്ടാ. വീട്ടുകാരുമായി കലഹിച്ച് പ്രേമിച്ച പുരുഷനോടൊപ്പം ഇറങ്ങി പോകുന്നത് മാത്രമല്ല സ്വാതന്ത്ര്യം. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തീരുമാനിക്കുന്നതും സ്വാതന്ത്ര്യം തന്നെയാണ്. സാമൂഹ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി വീട് വിട്ട് ഇറങ്ങി പോകുന്നതും സന്യാസിനിയാവാൻ വേണ്ടി വീട് വിട്ട് ഇറങ്ങി പോകുന്നതും സ്വാതന്ത്ര്യം തന്നെയാണ്. ഒരേ നാണയത്തിന്റെ 2 വശങ്ങൾ. അത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ടോ എന്നതാണ് പ്രധാനം. വിക്രത്തോടൊപ്പമുള്ള ജീവിതം തെരഞ്ഞെടുത്തത് എന്റെ സ്വാതന്ത്ര്യമാണ്. അതിലിപ്പോ ഞാൻ സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളത് എന്റെ വ്യക്തിപരമായ നേട്ടവും. പത്മ പറയും, നിന്റെ കാര്യം അങ്ങനെ ആയിരിക്കാം. പക്ഷേ ദീപ്തി അവളുടെ ജീവിതം തുലച്ചോട്ടേന്നാണോ? വേദറിയും, അവളുടെ ഇഷ്ടം സമ്മതിക്കാതെ നിങ്ങൾ മറ്റൊരു ജീവിതത്തിന് നിർബന്ധിച്ചാൽ അവൾ അതിനെ സമ്മതിക്കുന്നേ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പത്മം പറയും, വേദ നീ എന്തർത്ഥത്തിലാ സംസാരിക്കുന്നത്? ആ പയ്യനെ കുറിച്ച് നിനക്ക് അറിയാത്തതുകൊണ്ടാ. നീയും അത് ന്യായീകരിക്കാൻ നിൽക്കരുത്. വേദ പറയും, ഞാൻ ന്യായീകരിക്കുന്നതല്ല. അവൾ ആ പയ്യനുമായി അടുത്തത് എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുള്ള കാര്യവുമല്ല. പക്ഷേ പത്മം പറയും, പക്ഷേ അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ ഞങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കണം എന്നാണോ? വേദ പറയും, എന്ന് ഞാൻ പറയില്ല. പക്ഷെ അനുവദിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവൾ അത് ഉപേക്ഷിക്കുന്ന അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? ഞാൻ വന്നത് അവൾക്ക് വേണ്ടി സംസാരിക്കാനല്ല, 2 കാര്യങ്ങൾ പറയാനാണ്. ഒന്ന്, വിക്രത്തിന് ഈ വിഷയത്തിൽ ഒരു റോളും ഇല്ല. അങ്ങനെയുണ്ടെന്ന് അച്ഛനെ തെറ്റിദ്ധരിപ്പിച്ചതാ. അപ്പൊ തന്നെ ഇങ്ങനെ വർഷം ഇങ്ങനെ താഴത്തേക്ക് തല താഴ്ത്തി നിൽക്കുക. ഏതത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, അതാരായാലും അവരുടെ താല്പര്യം മറ്റു പലതാണ്. അത് അച്ഛനോട് അമ്മയൊന്ന് പറയണം. പിന്നെ 2, ദീപ്തിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പെരുമാറിയിട്ട് ഒരു കാര്യവുമില്ല.
അമ്മ പട്ടിണി കിടന്നുകൊണ്ടൊന്നും അവളത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ആദ്യം അമ്മയും അച്ഛനും അവളെ വിശ്വാസത്തിലെടുക്കണം. അവളുടെ മനസ്സ് മനസ്സിലാക്കണം. എന്നിട്ട് സംസാരിക്കണം. എതിർത്തിട്ടോ ചീത്ത വിളിച്ചിട്ടോ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിട്ടോ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അമ്മ ഈ പട്ടിണി സമരം അവസാനിപ്പിച്ചേ മതിയാവും. അച്ഛനെ നോക്കാനാണെങ്കിലും അമ്മ വേണ്ടേ? ഞാൻ പോകുന്നു. പുറത്ത് വിക്രം കാത്തു നിൽപ്പുണ്ട്. അങ്ങനെ വേദ പോകാൻ തുടങ്ങുമ്പോ പത്മം പറയും, വേദേ, ദീപ്തിയുടെ കാര്യത്തിലെ നിനക്കും വിക്രമനും ഒരു പങ്കുമില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? 100%. അപ്പൊ പത്മം പറയും, അത് നീ മാത്രം പറഞ്ഞാ പോരാ, വിക്രം കൂടെ പറയണം. അവൻ മാലയിട്ടിരിക്കല്ലേ. ഈ സമയം സത്യം പറയുന്ന എനിക്ക് വിശ്വസിക്കാലോ. വേദ പറയും, ഞാൻ വിക്രമിനെ വിളിക്കാം. അങ്ങനെ വേദ വിക്രമിനെ വിളിക്കാൻ പോവാണ് കേട്ടോ. ഈ സമയം വർഷയ്ക്കും അമ്മ അവനെ ഇങ്ങോട്ട് വിളിച്ച് സത്യം ചെയ്യിപ്പിക്കാൻ പോവാണോ? പത്മം പറയും, അവനിങ്ങോട്ട് ആദ്യമായിട്ടല്ലല്ലോ വരുന്നത്. എന്റെ മനസ്സുറപ്പിന് വേണ്ടി സത്യം ചെയ്ത് വാങ്ങിക്കുന്നതിനെ കൊണ്ട് എന്താ കുഴപ്പം? അതിലെന്താ തെറ്റ്? വർഷ പറയും, ശ്രീയേട്ടനെ അറിഞ്ഞാലുണ്ടല്ലോ. പത്മ പറയും, നിന്റെ മുന്നിൽ വെച്ചല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, അവൻ അറിയാതിരിക്കില്ലെന്ന് എനിക്കറിയാം. അത് കേൾക്കുമ്പോ വർഷം ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോഴേക്കും വിക്രമിനെ കൂട്ടി വേദ അങ്ങോട്ട് വന്ന് റൂമിലേക്ക് കയറാണ്. വർഷ അവിടെ നിൽക്കാതെ മുകളിലേക്ക് കയറിപ്പോകും. വിക്രമിനെ കാണുമ്പോൾ പത്മം പറയും, എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ശബരിമലയ്ക്ക് മാലയിട്ട അയാൾ മാലയിട്ടതുകൊണ്ട് സത്യം പറയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ചോദിക്കാ, ഈ കുടുംബത്തെ തകർക്കാൻ നീയും ആ വാസവന്റെ മകനും കൂടെ ദീപ്തിയെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കെണിയിൽപ്പെടുത്തിയതാണോ? അങ്ങനെ ഇവിടെ പറഞ്ഞു കേൾക്കുന്നത്. അത് ശരിയാണോ അല്ലയോ? വിക്രം ഒന്നും മിണ്ടാതെ വേദ എങ്ങനെ നോക്കും. പത്മൻ ചോദിക്കും, എന്താ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? വിക്രം കഴുത്തിൽ കിടക്കുന്ന മാലയെല്ലാം കയ്യിൽ ചേർത്ത് പിടിച്ചിട്ട് പറയും, ഈ ചോദ്യത്തിന് വിശദീകരിച്ച് ഉത്തരം പറയണമെന്നില്ല. ഒറ്റ വാക്കിൽ പറയാം, അല്ല, മനസ്സുകൊണ്ട് പോലും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുമില്ല. വേദ, നമുക്ക് പോകാം. പത്മം ഇങ്ങനെ തല താഴ്ത്തിയിരിക്കാട്ടോ. അങ്ങനെ ബാഗ് എടുത്ത് അമ്മ പോവാന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് വിക്രമിനോടൊപ്പം ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുമ്പോഴേക്കും വർഷ അങ്ങോട്ട് വരും. മോൻ ഇറങ്ങാണോ? അതെ. വിക്രത്തിന്റെ കയ്യിൽ നിന്നൊരു മിഠായി വാങ്ങിച്ചിട്ട് ഇത് അവന് കൊടുത്തേക്കോ. മധുരമായിട്ട് അപ്പച്ചി വന്നിരുന്നു എന്ന് പറയണം. പകയും സ്വാർത്ഥതയും ഇല്ലാതെ അവനെങ്കിലും വളരട്ടെ. അങ്ങനെ അതും പറഞ്ഞ് അവരവിടുന്ന് പോവാണേ. വർഷം ഇങ്ങനെ നോക്കി നിൽക്കണമെന്ന് കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത്. പിന്നെ അടുത്ത പ്രൊമോയില് വിക്രം വരുണുമായി സംസാരിക്കുന്ന ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്